Hey guys and welcome back to the another great episode. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പഠിക്കാതെ പോകരുത്. റിവിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ 10 ക്വസ്റ്റ്യൻസ് പഠിച്ചൊന്ന് ഉറപ്പ് വരുത്തുക. ഫസ്റ്റ് വൺ ഡിഫൈൻ കപ്പാസിറ്റൻസ് ആണ്. അധികം ചോദിച്ചു കണ്ടിട്ടില്ല എന്നാൽ പോലും ഞാൻ പറയുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സാം പാറ്റേൺ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചോദിച്ചേക്കാം. കപ്പാസിറ്റൻസ് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കും. അതേപോലെ തന്നെ ഇക്വേഷൻ പഠിച്ചു വെക്കണം. C=Q/V. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സ് ആണ്. നമുക്കറിയാം വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡെറിവേഷനാണ്. അപ്പോൾ അത് പഠിച്ചു വയ്ക്കാൻ നമ്മൾ കോമൺ ആയിട്ട് എപ്പോഴും പഠിക്കാറുള്ള ഡെറിവേഷൻ കൂടിയാണത് അല്ലേ. പിന്നെ പലരും പഠിക്കാൻ മിസ്സാക്കി പോകുന്ന ഒരു ഡെറിവേഷൻ ആയിരിക്കും ഇതെന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു കപ്പാസിറ്റൻസിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. C പ്രപ്പോർഷണൽ ടു A ആണ്. അപ്പോൾ നമുക്ക് പറയാം C ഏരിയയ്ക്ക് ഡയറക്ട്ലി പ്രപ്പോർഷണലാണ്. പിന്നെ അതേപോലെ തന്നെ ഡിസ്റ്റൻസിന് പ്രപ്പോർഷണലാണ് C എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അവിടെ പ്ലേസ് ചെയ്യുന്ന ഡൈഇലക്ട്രിക് മീഡിയത്തിൻ്റെ നേച്ചറിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടി പറയാം, ഏരിയ ഓഫ് പ്ലേറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പ്ലേറ്റ്സിനിടയ്ക്ക് ഇനി ഒരു ഡൈഇലക്ട്രിക് മീഡിയം വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, പ്ലേസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ നേച്ചറിനെ കൂടി ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റി. അതൊക്കെ നമ്മൾ സാധാരണ പഠിക്കാറുള്ള ഡെറിവേഷൻസ് ആണ്. നമുക്കറിയാം 3 ഇക്വേഷൻ അവിടെ പഠിക്കാനുണ്ട്. U=12 CV² പഠിക്കാനുണ്ട്. അതേപോലെ U=12 QV പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ U=12 Q²/C എന്നുള്ള ഒരു ഇക്വേഷൻ കൂടി പഠിക്കാനുണ്ട്. അല്ലെങ്കിൽ Q²/2C എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കൂടി പഠിക്കാനുണ്ട്. ഈ ഒരു ഇക്വേഷൻസ് 3 പഠിക്കണം. ഇതാണ് നമ്മൾ മെയിൻലി അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുക. ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന 2 ഇക്വേഷൻസ് ആണ് ഇത് രണ്ടും. ഓക്കെ, സിമ്പിളായിട്ട് ഡിറൈവ് ചെയ്തെടുക്കുക. സാധാരണ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം ചോദിച്ചു കണ്ടിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഡിഫൈൻ എനർജി ഡെൻസിറ്റി ആണ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്. നമുക്കറിയാം എനർജി ഡെൻസിറ്റി എന്താണെന്ന് സ്റ്റേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഡിറൈവ് ചെയ്യാൻ കൂടി പഠിക്കുക. സാധാരണ ചോദിച്ചു കാണാറുണ്ട്. കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ, ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ എല്ലാ കൊല്ലം ചോദിക്കാറുള്ളതാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കും. അപ്പോൾ ഒന്നെങ്കിലും എന്നല്ല 2 പഠിക്കണം. ഏതെങ്കിലും ഒന്ന് ചോദിക്കും നമ്മളോട്. അപ്പോൾ സീരീസിലെ കേസ് ആണെങ്കിൽ നമുക്കറിയാം 1/C1 + 1/C2 എക്സെട്ര ആയിരിക്കും എന്തുണ്ടായിരിക്കുക, ടോട്ടലായിട്ട് വരുന്നുണ്ടായിരിക്കുക. അതേപോലെ തന്നെ പാരലൽ കേസിൽ വരുന്ന സമയത്ത് C എന്ന് പറയുന്നത് C1 + C2 + C3 എക്സെട്ര ആയിരിക്കും ഉണ്ടായിരിക്കുക ടോട്ടൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ട ഒന്നാണ് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ്. തിയറി പാർട്ടിൽ നിന്ന് പഠിക്കേണ്ടതാണ്. ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ എന്താ, സർഫസ് ഹാവിങ് ഈക്വൽ പൊട്ടൻഷ്യൽ അറ്റ് എവറിവർ. അറ്റ് എനി പോയിന്റ്, ഏതൊരു പോയിന്റിലും ഈക്വൽ പൊട്ടൻഷ്യൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സർഫസിനെയാണ് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഒരു ഡെഫിനിഷൻ. നെക്സ്റ്റ് വൺ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിൻ്റെ പ്രോപ്പർട്ടീസ് എപ്പോഴും പഠിച്ചു വെക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട പ്രോപ്പർട്ടിയാണ് വർക്ക് ഡൺ ടു ബ്രിങ് എ പോയിന്റ് ഫ്രം വൺ പോയിന്റ് ടു അനദർ എന്ന് പറയുന്നത്. ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിൽ 0 ആണ്. കാരണം എന്താണ്, അവിടെ എന്ന് പറയുന്നത് 2 പോയിന്റ്സ് തമ്മിൽ നമ്മൾ വർക്ക് ഡൺ നടത്തുന്ന സമയത്ത് അവിടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നോ ചേഞ്ച് ആയിട്ടുള്ള ആളാണ്. അവിടെ പൊട്ടൻഷ്യൽ ഒരു മാറ്റവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും അവിടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലേ. നെക്സ്റ്റ് വൺ ഡയഗ്രാംസ് ഓഫ് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ആണ്. നമ്മൾ ഇപ്പോൾ എത്ര തവണ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഒരു 3 ക്വസ്റ്റ്യൻസ് ആയി. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. പോസിറ്റീവ് സർഫസും നെഗറ്റീവ് സർഫസിൻ്റെയും ഷേപ്പ് ചോദിക്കാറുണ്ട്. സ്ഫിരിക്കൽ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എന്ന് എടുത്തെഴുതണം. സ്ഫിരിക്കൽ സർഫസ് മാത്രം പോരാ, സ്ഫിരിക്കൽ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എന്ന് എടുത്തെഴുതുക. പിന്നെ യൂണിഫോം ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിൻ്റെ ചിലപ്പോൾ ചോദിച്ചേക്കാം. ഇതാണ് അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ നമുക്കറിയാം ഇതെന്താണ്, ഇത് ഇലക്ട്രിക് ഫീൽഡാണെന്ന് നമുക്കറിയാം. ഇതാണ് അതിൻ്റെ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് നോക്കുക. ഇത് ഇലക്ട്രിക് ഫീൽഡാണ്. ഇതാണ് അതിൻ്റെ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു പോകേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒരിക്കലും മിസ്സാക്കരുത്. റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചൊന്ന് ഉറപ്പ് വരുത്തുക. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.